ഹായ് ഗൈസ്, രാജേഷ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിനിമയുടെ ലൊക്കേഷനാണ്. ആട് 3 എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആട് 3 എന്ന സിനിമയിലെ ലൊക്കേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് മലമ്പുഴ ഡാം, അതായത് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലാണ് ആട് 3യുടെ ആ പാലം പണിയൊക്കെ നടക്കണില്ലേ, പാലം പണിയൊക്കെ നടക്കണ ആ സെറ്റ് ഇട്ടേക്കണത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലാണ്. നമ്മൾ ആ വഴി അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ഡാമിൻ്റെ മൂന്ന് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്നു. നല്ല ജലാശയം, നല്ല കാടുകൾ, ഒരു പ്രത്യേക ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ലൊക്കേഷനിലെത്തി. ഇതാണ് ആ സ്ഥലം, പാലം പണിയൊക്കെ നടക്കുന്ന ആ സ്ഥലം. ഇതിൻ്റെ ബാക്കിലാണ് പാലം പണി നടക്കുന്നത്. ഇത് കണ്ടോ, പാലം പണി. അതാ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഞാനും ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതേപോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം കണ്ടില്ലേ, അതാണ് പാലം. ആ പാലം പണി നടക്കുന്ന സ്ഥലമാണ് അത്. കണ്ടോ, സിനിമയിൽ കണ്ടോ ആ പാലം വേറൊരു ലെവലായി. എന്താ ഭംഗി, സിനിമയിൽ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു സ്റ്റൈലായി. അങ്ങനെ മറ്റൊരു ലൊക്കേഷനിലെത്തി ആട് 3യുടെ. ഈ കാണുന്ന ലൊക്കേഷൻ പാലക്കാട് മേനോൻപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതേ കണ്ടോ, ജയസൂര്യയുടെ കൊട്ടാരം. ആ കാണുന്നതാണ് ജയസൂര്യയുടെ കൊട്ടാരം. കണ്ടോ, ജയസൂര്യയുടെ കൊട്ടാരം ഇരിക്കണ ആ സ്ഥലമാണ്. കണ്ടോ, ഈ സ്ഥലമാണ് അത്. കണ്ടോ, ഈ സ്ഥലമാണ് ആ സ്ഥലം. കണ്ടോ, ആ കൊട്ടാരമാണ് നേരെ കാണുന്നത്. ഈ ഓല മേഞ്ഞ പുര കണ്ടോ, അതാണ് കളറിപ്പയറ്റൊക്കെ നടന്ന സ്ഥലം. ഈ സ്ഥലം പണ്ടത്തെ ഒരു ഷുഗർ ഫാക്ടറി ആയിരുന്നു, പഞ്ചസാര ഫാക്ടറി ആയിരുന്നു ഈ സ്ഥലം. 2 ചേട്ടന്മാർ കിടന്ന് ഉറങ്ങണ കണ്ടോ. ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇടവേളകളിൽ അവർ കിടന്ന് ഉറങ്ങാണ്, നല്ല ഉറക്കാണ്. ഈ സിനിമയിൽ അന്നയും കാണാം. എന്താ കണ്ടോ, ആ തലക്കെട്ടുള്ള ആളെ കണ്ടോ, അത് ഞാനാണ്. എന്നെ അതെ, ഇത് ഈ കണ്ട ഇപ്പുറത്ത് നിൽക്കണ ധർമ്മേൻ്റെ ഇപ്പുറത്ത് നിൽക്കണ ആളെ കണ്ടോ, അത് ഞാനാണ്. ഈ സിനിമയിൽ അങ്ങനെ എന്നെ കുറച്ച് സമയം കാണിക്കുന്നുണ്ട്. ഇനി ഇന്ദ്രൻസ് ധർമ്മജന അടി കൊടുക്കുമ്പോൾ ഞാൻ പേടിക്കുന്നത് അങ്ങനെ കണ്ടോ, ആ പേടിക്കുന്ന രംഗത്തിൽ നിൽക്കുന്നതൊക്കെ ഞാനാണ്. വേറൊരു സീനിൽ എൻ്റെ തല കാണുന്നുണ്ട്. ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. തുടർന്നും കാണുവാൻ ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.